സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോഴേ നമ്മള് എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം. അപ്പോ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടാണ്. തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂട് പോലെ തന്നെ പാലക്കാട് ജില്ലയില് ഭയങ്കര ചൂടാണ്. ഇതിപ്പോ ശരിക്കും ഏത് ചൂടിനെ പറ്റിയിട്ടാണ് പറയേണ്ടതെന്നുള്ളത് വാർത്താ മാധ്യമക്കാർക്ക് അറിയാതെ സംശയം. അതിപ്പോ നമ്മളിപ്പോ അങ്ങനെ പോയി. പിന്നെ നമ്മുടെ മണ്ണാർക്കാടില് LDFന്റെയും കോൺഗ്രസിന്റെയും BJPയുടെയും ആൾക്കാർ മത്സരിക്കുന്നുണ്ട്. അത് പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞു, ഏകദേശം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് ഓരോ ആളുകള് റോഡ് ഷോ നടത്തി. അതിപ്പോ ഞാൻ ചോദിക്കുകയാണേ, റോഡ് ഷോ നടത്തുന്നത് നല്ലത് തന്നെയാണ്. ഇപ്പൊ ഓരോ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ഓരോ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ പല തരത്തിലുള്ളത്, പല രൂപത്തിലുള്ളത്, പല സൈസിലുള്ളത്. അപ്പോൾ ഓരോ ഫ്ലെക്സിനും ഓരോ റേറ്റ് ആണ്. അപ്പോൾ ഇതിനിപ്പോ പൈസ എത്രയായിട്ടുണ്ടാവും എന്നാണിപ്പോ ഞാൻ എൻ്റെതായ ഭാഗം ചിന്തിക്കാട്ടോ. എത്ര രൂപ, അതിപ്പോ കോൺഗ്രസ് ആയാലും BJP ആയാലും LDF ആയാലും എത്ര രൂപ ചെലവായിട്ടുണ്ടാവും? അത് കോടികളുണ്ടാവും. അത് കേരളത്തിൽ മൊത്തം ഓരോ മുക്കിലും മൂലയിലും ഒരു ചെറിയ ഒരടി വീതിയിലുള്ള ഒരു സ്ക്വയർ ഫീറ്റ് ഉള്ള ഇതിനും കൂടി ചിലപ്പോൾ 500 രൂപ വരെ എടുക്കാനുണ്ടാവും. അപ്പോൾ 5000, 10000, 1 ലക്ഷം വരെയുള്ള ഫ്ലെക്സ് ബോർഡുകൾ അടക്കം നമ്മുടെ കേരളത്തിലുണ്ട്. ഇതിനൊക്കെ പൈസ എന്താണ്, എങ്ങനെയാണ് എന്നൊരു അന്തം കിട്ടുന്നില്ല ശരിക്കും. അതിൻ്റെ ഒരു കണക്കും കൂടി കഴിഞ്ഞ വർഷം ഇതേപോലെ ഫ്ലക്സിനും അതേപോലെ വാഹനത്തിന്റെ ചെലവിലും ഒക്കെ പാടായിട്ട് കോടികളാണ് ചെലവഴിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ആരാണ് കൊടുക്കണമെന്ന് വെച്ചാൽ ജനങ്ങൾ മാത്രമല്ല, മൊത്തത്തില് എന്താ പറയാ, വൻകിട കുത്തക മുതലാളിമാരടക്കം കൊടുക്കുന്നുണ്ട്. ഇപ്പോ നമ്മുടെ നരേന്ദ്രമോദി ജയിക്കാനാണെങ്കിൽ അംബാനി, അദാനി, അങ്ങനെ കുറെ വമ്പൻ ടീമുകളുണ്ട്. ഇവർക്കൊക്കെ പൈസ, അതിന്റെ അവസ്ഥ എന്താന്ന് തന്നെ അറിയില്ല. നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാന്ന് പറയുമ്പോൾ അവര് കോടികൾ കൊടുക്കും. പാവപ്പെട്ടവന് എന്തെങ്കിലും ആവശ്യം വേണ്ടി വന്നിട്ട് വില്ലേജ് ഓഫീസിലും അല്ലെങ്കിൽ കളക്ടറേറ്റിലും അല്ലെങ്കിൽ കോടതിയിലും കയറി ഇറങ്ങാന് അവന്റെ കയ്യിൽ നിന്ന് കാശ് ചെലവാകാന്നല്ലാതെ ഈ നേതാക്കന്മാർക്ക് എന്തെങ്കിലും അറിയോ, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന ചുരുക്കം നേതാക്കന്മാരുണ്ട്. പക്ഷെ അവര് തിന്നില്ല, തീറ്റിക്കില്ല. ഇനി എന്തായാലും അങ്ങനത്തെ ഒരു കാലത്തിലേക്കാണ് ഇനി പോയിക്കൊണ്ടിരിക്കുക. നമ്മളൊക്കെ ഇപ്പോ വസ്ത്രമായാലും ആഹാരമായാലും എന്തായാലും നമ്മൾ ഒരുപാട് അനാവശ്യമായിട്ട് ചെലവാക്കി കളയുന്നുണ്ട് നമ്മൾ ഒരുപാട്. അത് ഞാനും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഒരു സമയത്ത് നമ്മൾ നല്ലോണം എന്താ പറയാ ഖേദിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വരാനിരിക്കുന്ന സംഭവങ്ങള് എന്താന്ന് ഇനി എടുത്തു പറയണ്ട. LDF പറയണു, ഞങ്ങൾ ഇനിയും അധികാരത്തിൽ വന്ന നിങ്ങൾക്ക് തുടർ വികസനം ഉണ്ടാവും, നാട് നന്നാവും, നാട് ഞങ്ങൾ കുട്ടിച്ചോറാക്കില്ല, ഞങ്ങൾ ജനങ്ങളുടെ എല്ലാ വികാരങ്ങളും ആവശ്യങ്ങളും ഞങ്ങൾ മനസ്സിലാക്കും, അതിനുള്ള പരിഹാരം ഞങ്ങൾ കണ്ടെത്തും എന്നൊക്കെ ഗോവിന്ദൻ മാഷ്, മൂപ്പര് ഏത് സ്കൂളിൽ പോയിനോന്ന് എനിക്കറിയില്ല, മാഷ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പിണറായി വിജയനും അതേപോലെ പറയുന്നുണ്ട്, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാം നടപ്പിലാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. 10 വർഷം വരെയായിട്ടും ഇവർക്കൊന്നും നടപ്പിലാക്കാൻ പറ്റിയിട്ടുമില്ല, കഴിഞ്ഞിട്ടുമില്ല. കഴിയണവരെ ഇവര് ഒന്നെങ്കിൽ സ്ഥലം മാറ്റുക, അല്ലെങ്കിൽ പിന്നെ വേറെന്തെങ്കിലും ആക്കി തീർക്കും അവര്. ഇനി കോൺഗ്രസ്സുകാരുടെ കാര്യം പറയാം. പ്രത്യേകിച്ച് കോൺഗ്രസ് ഇപ്രാവശ്യം ജയിക്കില്ല. കാരണം ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൺഗ്രസ്സുകാർക്ക് VD സതീശനാണ് എല്ലാതും കോളാക്കണത്. ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്നോ ഒരു വാർത്ത ഉണ്ടായിരുന്നു, ഒരു
പ്രകടനത്തിന് വേണ്ടിയിട്ട്, അതായത് റോഡ് ഷോ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടാണ് തോന്നണം. അതിൽ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രസ്സുകാർ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി. അപ്പൊ എങ്ങനെയാണ് ഇവരെ വിശ്വസിച്ചിട്ട് എങ്ങനെയാണ് ഇനി വോട്ട് കൊടുക്കുക? കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ചെറിയൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങള് കോൺഗ്രസിനെ ജയിപ്പിച്ചത്. LDF ഒരു പതനം വരാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നിങ്ങളല്ല പറയാ, ജനങ്ങളല്ലേ. ജനങ്ങളാണ് നിങ്ങളെ കോൺഗ്രസ് ആയാലും ഇതായാലും ജയിപ്പിച്ചത്. അപ്പൊ നിങ്ങൾ അവരെ ഇടയിൽ കിടന്ന് തന്നെ ഈ നായ എല്ലിൻ കഷത്തിന് വേണ്ടിയിട്ട് കടിപിടി കൂടുന്ന മാതിരി നിങ്ങൾ തമ്മിൽ തന്നെ ഇങ്ങനെ അടിപിടി കൂടിയാല് നിങ്ങളെ ജനങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കും? അല്ലേലേ ഇപ്പൊ ആരും വിശ്വാസമില്ല. കാരണം ശബരിമലയത്തെ സ്വർണം കട്ടത് ആരാണെന്ന് ഇനിയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ കേരള പോലീസിന്. ക്രൈം ബ്രാഞ്ചിന് അത് CBIക്ക് കൊടുക്കാറുന്നു, അതും വേണ്ടാറുന്നു. പക്ഷെ ഇതൊക്കെ എന്താണിത്? ഇത് നമ്മളെ ഈ കേരളത്തിൽ നടക്കണമെന്ന് പറയുമ്പോൾ വലിയൊരു സങ്കടം തോന്നുന്നില്ല. കാരണം ഇപ്പൊ ക്രമസമാധാനം നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതലുള്ളത്. കാരണം ആരെയും വെട്ടിക്കൊല്ലുന്നില്ല, വഞ്ചിക്കുന്നില്ല, ചതിക്കുന്നില്ല, മയക്കുമരുന്നില്ല, മദ്യമല്ല. കൂടുതലും നമുക്കുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസമാണ്. സമ്പൂർണ്ണ സാക്ഷരത നിറഞ്ഞ കേരളം. അത് പറയാൻ അറിയില്ല ഇന്നും ആർക്കും. അത് നമ്മൾ ശരിക്കും കമാന്നൊരു അക്ഷരം മിണ്ടരുത്. ഈ കമാന്നൊരു അക്ഷരം എന്ന് പറയുമ്പോഴേ അതില് ശരിക്കും 51 മലയാള അക്ഷരം ഉണ്ട്. അപ്പൊ അത് നമ്മൾ മിണ്ടാൻ പാടില്ല. അവരെന്താണോ ചെയ്യണത്, അവരെന്താണോ കാണിക്കുന്നത്, അത് നമ്മള് കാണുക, പറ്റില്ലെങ്കിലും മിണ്ടാതിരിക്കുക. അങ്ങനെ പറഞ്ഞവരൊക്കെ നമ്മുടെ ഈ ഗവൺമെന്റ് തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അതിന് കൂട്ടിനായിട്ട് ജനങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ശരിക്കും ജനങ്ങൾ പറയും ജനങ്ങൾ കഴുതകളാണ് എന്ന് പറയും. ജനങ്ങളല്ല കഴുതകള്. ഇവര് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നതിന്റെ മുന്നേ അപ്പോ നിരവധി എന്താ പറയാ ഈ സൈബർ തട്ടിപ്പ് കേസുകളിൽ കൂടുതലും മലയാളികളാണ്. അപ്പോ ഈ അതേപോലെ തന്നെ പീഡിപ്പിക്കപ്പെടുന്നതും പീഡിപ്പിക്കപ്പെടുത്തിയതും ഒക്കെ മലയാളികളാണ്. അപ്പൊ വാർത്തക്കാർക്ക് ആകെ വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ പീഡനമാണ്. പീഡനത്തെ കുറിച്ചിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു മാസത്തോളം പീഡനം തന്നെയാവും. അങ്ങനെ പീഡിപ്പിച്ചു, ഇവിടെ പീഡിപ്പിച്ചു, അപ്പുറത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു. പക്ഷെ പീഡിപ്പിക്കുമ്പോഴൊന്നും ഈ ഒരു സ്ത്രീ ഇര എന്നാത്ര പേര്, ഇര മുണ്ടില്ല. പീഡനമൊക്കെ കഴിഞ്ഞ് ഒരു 5-6 കൊല്ലം അല്ലെ 4 കൊല്ലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇരക്ക് പൊറുതിയേടാവും. അപ്പൊ പിന്നെ അവിടെ കൊണ്ടുപോയി പീഡിപ്പിച്ചു, ഇവിടെ കൊണ്ടുപോയി പീഡിപ്പിച്ചു. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. പിന്നെ കുറെ മതങ്ങളുണ്ട്, ദൈവങ്ങളും മതങ്ങളും. ഇതിപ്പോ യേശുദാസിന്റെ ആ പാട്ടാ ഓർമ്മ വരുന്നത്. എന്ത് മതം, എന്ത് ദൈവം. രാവിലെ നിങ്ങള് ഉഷാറായിട്ട് പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ദൈവം. ഇപ്പോ എന്നും പറയാറുള്ള പോലെ ഞാന് ചിലപ്പോ ഇതൊക്കെ എന്റെ അനുഭവത്തിലൂടെ ഒരു പറയുന്ന കാര്യം കൂടിയാണ് കേട്ടോ. എനിക്കും ആയിട്ടുണ്ടാവും അനുഭവം. നമ്മളൊന്നും ഇനി ഇപ്പൊ BJPയുടെ കാര്യം പറയാം, കോൺഗ്രസിന്റെ LDFന്റെയും കാര്യം പറഞ്ഞു. BJP പറഞ്ഞു എയിംസ് വരും, അത് വരും, മറ്റേ മോനെ മറിച്ച മോനെ ഞങ്ങൾ അങ്ങനെ കൊണ്ടുവരും, ഇങ്ങനെ കൊണ്ടുവരും. ഇപ്പൊ മോദിജി ഭരിക്കണ അല്ലെ യോഗി ആദിത്യനാഥ് ഭരിക്കണ അവിടെ നിന്ന് പോയി നോക്കിയാ നമ്മള്, അല്ലെ നിങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഡൽഹി, അതേപോലെ താജ്മഹൽ നിൽക്കുന്നതിന്റെ പിൻവാശം, ബോംബെ, ധാരാവി എന്ന് പറഞ്ഞ സ്ഥലം, അവര് ഭരിക്കണ സ്ഥലം ആകെ വൃത്തികേടാണ്. എന്നിട്ടാണ് അവര് ഇത്രയും മനോഹരമായ കേരളം ഈ ഗവൺമെന്റ് വരുന്നതിന് മുന്നേ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു കേരളം. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല മഴയും ആവശ്യത്തിന് വെളിച്ചവും നല്ല ശുദ്ധവായും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ 2019 ശേഷം പിന്നെ ഒന്നുമില്ല, ആരോഗ്യം കൂടി ഇല്ല, പിന്നെയല്ലേ ബാക്കിയെല്ലാം. ഇപ്പൊ ആകെ ആരോഗ്യം ഉണ്ട് എന്ന് പറഞ്ഞത് ബംഗാളികൾക്കാണ്. അതാ വരുന്നു. അവറ്റയ്ക്ക് എവിടെ കൊടവയറ്?
അവര് രാവിലെ വെയിൽ കൊണ്ട് പണിക്ക് പോയിട്ട് ഞാൻ അവരെ പൊക്കി പറയല്ല. ഇനി 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 ഇപ്പൊ ഞാൻ പറയട്ടെ, LDF എന്തായാലും ഉണ്ടാവില്ല. പിന്നെ കോൺഗ്രസിന്റെ കാര്യം അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ചിലപ്പോ അടുത്തത് വരാൻ പോണത് BJP തന്നെയായിരുന്നു. ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ കാര്യം ഏകദേശമൊക്കെ തീരുമാനമായിന്ന് ചില ന്യൂസിൽ ഇങ്ങനെ വരുന്നുണ്ട്. ചില ന്യൂസ് പറഞ്ഞാൽ മാധ്യമങ്ങളല്ല കേട്ടോ, അത് മാധ്യമം എന്ന് പറയാൻ പറ്റില്ല. അപ്പോ വേറെ വേറെ ഓരോ വീഡിയോയിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും കാണാൻ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. എനിക്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, പീഡിപ്പിച്ച കഥകള്, അല്ലെങ്കിൽ കാമുകനെ ചതിച്ച കഥകള്, പിന്നെ മരുമകളെ വെട്ടിക്കൊന്ന അമ്മായിമ്മ, അല്ലെങ്കിൽ ഭർത്താവിനെ വെട്ടിക്കൊന്ന അയൽവാസി, മകനെ വെട്ടിക്കൊന്ന പിതാവിനെ തല്ലിക്കൊല്ലാരാക്കിയ മാതാപിതാക്കള്, അല്ലെങ്കിൽ സുഹൃത്തുക്കള്, അല്ലെങ്കിൽ ഒരു കൂട്ടം. ഇതൊക്കെയാണ് എനിക്കിഷ്ടം. എനിക്ക് എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾക്കും ആ ഇഷ്ടം തന്നെയാണ്. നമ്മുടെ കേരളത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഇതിലും വലിയ അവസ്ഥ അല്ല. ഇനിയിപ്പോ ഇത്രയും ദിവസം ഒരു നോമ്പിന്റെ ഒരു പ്രതീതിയായിരുന്നു. ഇനിയിപ്പോ പെരുന്നാൾ കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയോ ഉണ്ടാവുക. കാരണം അങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹം. അങ്ങനെയാണ്. ചില ആൾക്കാര് ദൈവഭയത്തോടു കൂടി ജീവിക്കും, ചില ആൾക്കാര് ദൈവത്തിന്റെ ഭയമില്ലാതെ ജീവിക്കും. കാരണം മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആരും ചോദ്യം ചെയ്യില്ല, ആരും തടഞ്ഞു നിർത്തില്ല. അപ്പൊ പിന്നെ എന്ത് വേണമെങ്കിലും അവർക്ക് ആവാം. അപ്പൊ നമ്മളങ്ങനെ മണ്ണാർക്കാടേക്ക് എത്തി. ഈ റോഡ് ഷോ നടത്തുന്നത് സംഭവം അടിപൊളി സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ ആളുകള് യാത്രാ സഞ്ചാരം മുടക്കിയിട്ട് ഈ റോഡ് ഷോ നടത്തുന്നത് വലിയ സ്വീകാര്യമായ കാര്യമല്ല. കാരണം ഏതൊരു വ്യക്തിക്കും വേണം, വേണ്ടാന്നല്ല, പക്ഷെ അത്രയും വലിയ ഒരു എന്തെങ്കിലുമൊക്കെ എന്താ പറയാ, ഈ പ്ലാനിങ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് മാത്രം ആവണം. ഇത് ഒരു പാർട്ടി പറയണു, ആ പാർട്ടിയിൽ ആരെങ്കിലുമൊക്കെ വരുന്നു, അവര് നടത്തണു. അല്ലാതെ ഇപ്പൊ എന്താ പ്രത്യേകത? ഒരു പ്രത്യേകത എനിക്കില്ല. അവ ഇപ്രാവശ്യം ഞാൻ പറയണത്, ആര് എന്താ അറിയോ, നമ്മളൊക്കെ നമ്മളങ്ങനെ കുറ്റം പറഞ്ഞ് നമുക്കും വയ്യാണ്ടേ. ഇത് നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോൾ നമ്മുടെ ബ്രെയിന്, നമ്മുടെ തലച്ചോറ്, നമുക്ക് പൊതുവെ തലച്ചോറില്ല, അപ്പൊ തലച്ചോറ് ഇതൊക്കെ എടുത്തു വെക്കും. ഇത്ര അത് രാവിലെയാണ് കൂടുതലും പിന്നെ പ്രതിഫലനം വരിക, പ്രതിഫലിപ്പിക്കുക എന്ന് പറയില്ലേ. അത് നമുക്ക് ഉണർന്ന സമയത്ത് തന്നെ ഇതിന്റെ നെഗറ്റീവ്, നമ്മൾ ഇന്നലെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ആരോട് എന്തൊക്കെ വൈരാഗ്യം കാണിച്ചു, ആരെയൊക്കെ നമ്മൾ എന്തൊക്കെ ഇറിറ്റേറ്റ് ചെയ്തു, അങ്ങനെ ഇതൊക്കെ രാവിലെ ഇത്ര കൂടുതൽ നമുക്ക് നമ്മുടെ മനസ്സേ ഇതുണ്ടാക്കാം. ഇതിപ്പോ തിരക്കില്ലാത്തൊരു ഇപ്പൊ സ്ഥലമായി. ഏകദേശം ഒരു മാസത്തോളം വൈകുന്നേരത്ത് ഇതേപോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അടിച്ച് പൊളിച്ച് പോവാം. ഇനി നാളെ നിങ്ങളൊന്ന് കാണണം. നാളെ ഇപ്പോ പെരുന്നാളിന്റെ ഒരു പ്രതീതിയാവും. അപ്പോ ഇനി ലോകത്ത് നമ്മുടെ കേരളത്തില് ഇല്ലാത്ത ഏതെങ്കിലും പുതിയ മോഡലുകള് വണ്ടികൾ എടുത്തു കൊടുത്തിട്ട് ചെക്കന്മാര് എന്ന് പറയാനില്ല, അതൊക്കെ ശരിക്കും ഒരു ആഘോഷം തന്നെയാണ്, അതൊരു എന്റർടൈൻമെന്റ് തന്നെയാണ്. പക്ഷെ ഞാൻ പ്രത്യേകം പറയുന്നത്, റോഡുകളിൽ അപകടങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പൊതുവെ പുതിയൊരു വണ്ടിയായാലും പഴയ വണ്ടിയായാലും നമ്മൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യും, നമ്മൾ സ്പീഡ് വെച്ചിട്ട്. അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ മുന്നേ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം സ്കാൻ ചെയ്യാൻ അറിയണം. സ്കാനിങ് ആണ് ഡ്രൈവിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മനസ്സിലാക്കിക്കണം. നിങ്ങൾ
100 കിലോമീറ്റർ പോവുകയാണെങ്കിൽ, വണ്ടി കൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും 150 കിലോമീറ്റർ നിങ്ങൾ എന്താ പറയുക, മീറ്റർ വെച്ചിട്ട് നിങ്ങൾ സ്കാൻ ചെയ്യണം. അത് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഏതൊരാളും പറഞ്ഞു തരുന്നൊരു കാര്യമാണ്. സ്കാൻ ചെയ്യാതെ നമുക്ക് റോഡിൽ പേടി കൂടാതെ വാഹനം ഓടിക്കാൻ കഴിയണം. ചില ആൾക്കാർ പേടിച്ചിട്ട് ആ വണ്ടി ഓടിക്കുക, ചില ആൾക്കാർ ഇനി എന്ത് വന്നാലും വേണ്ടില്ല എന്നുള്ള രീതിയിലാവും. പക്ഷേ നല്ലൊരു വാഹന ഡ്രൈവർ ആണെങ്കിൽ നമ്മൾ റോഡിന്റെ കാര്യക്ഷമതയും അതേപോലെ തന്നെ റോഡിലെ സൈൻ ബോർഡുകളൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. അതാണ് സ്കാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡ്രൈവർക്ക് വേണ്ടത് നല്ല ഓർമ്മശക്തിയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ നാട് ഏകദേശമൊക്കെ നല്ല നിലയിലാവട്ടെ. വൈരാഗ്യമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ലാത്ത പരസ്പരം സ്നേഹിക്കണ ഒരു നാടാവട്ടെ. ഇപ്പോൾ ഞാൻ വേറെന്ന് പറയാം, മറ്റുള്ള ജില്ലകളെ സംബന്ധിച്ചിട്ട് പാലക്കാടിലുള്ള മണ്ണാർക്കാടിൽ ഏകദേശമൊക്കെ അത്യാവശ്യം ഒരു എന്താ പറയാ കുഴപ്പം ഇല്ല എന്നും കൂടി നമുക്ക് പറയാം. കാരണം ഒക്കെ മനുഷ്യന്മാരാണ് കേട്ടോ. എന്നാൽ അതിൽ കുറെ പുഴുക്കുത്തുകളുണ്ട്, എല്ലാത്തിലും ഉണ്ട്. വിദ്യാഭ്യാസത്തിലും പിന്നെ നമ്മളെ രക്ഷിക്കാനുള്ള പോലീസായാലും എല്ലാത്തിലും ഉണ്ട്. അത് നല്ലത് ചെയ്യുന്നുണ്ട, അത് നല്ലത് അവർക്ക് തോന്നില്ല, അവർ വേഗം സ്ഥലം മാറ്റും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലായിരിക്കട്ടെ. എന്തോ നമുക്കിപ്പോൾ ഇത് വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നെ അനുഭവിക്കുക, അത്ര തന്നെ.